പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ മോണോട്ട് മതി എനിക്ക് സ്കൂളിൽ പോകണം, അതിൻ്റെ ഒരു വീഡിയോ ആണ് തുടങ്ങാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇതുവരെ എനിച്ചിട്ടില്ല, സമയം 7 മണി. അപ്പോൾ നമുക്ക് ആദ്യം അവളെ വിളിച്ചിട്ട് അവിടെ കുറച്ച് കലാപരിപാടികളും സ്കൂളിൽ പോകുന്ന തിരക്കുകളൊക്കെ ആയിട്ടുള്ള പുതിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപ്പോൾ വീടിൻ്റെ പുറത്താട്ടാം, നമുക്കിപ്പോൾ ഉള്ളിലേക്ക് പോവാം. അതിലൊക്കെ ഞാൻ നല്ല ഇരുട്ടാവും, ലേറ്റ് പോയി വിളിച്ചോക്കാം. നല്ല ഉറക്കാം. വർഷോ എനിക്ക് വീഡിയോ കണ്ടേ സ്കൂളിൽ പോകണം. 7 മണി വീഡിയോ നടക്കണ്ട്, വീഡിയോ എടുക്കണം. നോക്കി ഞാൻ വീഡിയോ എടുക്കണ്ട, എനിക്ക് പോകണ്ട. നമുക്ക് 7 മണി എനിക്കിന്ന് ലീവ്. എന്നാലും വലിയ കാര്യത്തിൽ ഇറങ്ങിയ ആളെ ഇഞ്ചിട്ടില്ല വരെ. എനിക്ക് 7 മണി കേട്ടോ. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗാണ് എടുക്കണേ സ്കൂളിൻ്റെ. നമുക്ക് പല്ലേക്കാം. എനിക്ക് ഇഷ്ടമാണ്. സമയം വൈകി തേച്ചിട്ട് കേട്ടോ. പല കഴിഞ്ഞില്ലേ? ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോവാണ്. കുളിച്ചിട്ട് പാല് കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ എനർജിയിടുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കാനുള്ള സെറ്റപ്പിലേക്ക് പോകാൻ. അപ്പോൾ കുളിച്ചിട്ട് യൂണിഫോമാണല്ലോ സ്കൂളിൻ്റെ. അപ്പോൾ ഈ ഒരു ക്രീം കളറാണ് നമ്മുടെ യൂണിഫോം. ക്രീം കളർ യൂണിഫോം. പാൻറ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രേ കളർ. കുളിക്കാൻ പോ സമയം ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം കുളിച്ചിട്ട് വരാം കേട്ടോ. ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും പാലുണ്ടാക്കി വെക്കാം, അല്ലെങ്കിൽ പിന്നെ അതിനാവും അടുത്തത്. നമുക്ക് പാലുണ്ടാക്കുന്ന സെറ്റപ്പിക്ക് പോകാം. പാലൊക്കെ വെച്ചിട്ടുണ്ട്. സാധനം നൈസായിട്ട് അടുപ്പത്ത് വെക്കണം. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ വരുമ്പോഴേക്കും നമുക്ക് റെഡിയാക്കാം. പാല് സാധാരണ ചായ കുടിക്കാറുണ്ട്, പാല് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പാല് സെറ്റാക്കാം. അപ്പോൾ പാലാകുമ്പോഴേക്കും അത് വരുന്ന പ്രതീക്ഷിക്കാം. അപ്പോൾ പാല് ആവട്ടെ കേട്ടോ. അപ്പോഴേക്കും അവിടെ കുളി കഴിഞ്ഞ് സെറ്റപ്പായിട്ട് വരും. അപ്പോൾ നമ്മൾ ചുമ്മാ എടുക്കുന്ന വീഡിയോ ആണ്. എന്തായാലും നേരം വൈകിട്ട് സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെയാ ചെയ്യാൻ എല്ലാ വീട്ടിലും നടക്കണ കാര്യമാണ് കൂടി. എനിക്ക് നേരം വൈകും. തലേ ദിവസം ആൾ പറയും ഞാൻ 5 മണിയാകുമ്പോൾ എനിക്കുന്നൊക്കെ പറയും. പക്ഷെ എനിക്കുമ്പോൾ ഒരു 6:30 7, പിന്നെ 8:15 8:30 നമ്മളെ ബസ്. ആ ബസ്സും പോവും. എനിക്കിന്ന് ലീവാണ്. അപ്പം നമുക്ക് ഞാൻ അനുസരിച്ച് വീഡിയോ എടുക്കാം. പക്ഷെ എല്ലാവരും അറിയട്ടെ, എല്ലാ വീട്ടിൽ എങ്ങനെയാണ് നടക്കണേന്ന് അറിയട്ടെ. അച്ഛൻ പിന്നെ നേരത്തെ ജോലിക്ക് പോകും. ആ സമയം നോക്കിയാൽ കിടന്നുറങ്ങണം മതി കേട്ടോ. അപ്പോൾ ഇനി പാലിൻ്റെ സെറ്റപ്പാ പറയും. കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി സ്കൂളിലേക്ക് പോകാനുള്ള മേക്കപ്പ് ആണ് കേട്ടോ. മേക്കപ്പ് ഞാൻ ആദ്യം പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൗഡറിന് മുന്നേ സൺസ്ക്രീൻ ഇടണം. സൺസ്ക്രീൻ മഴയാണ്. അപ്പൊ സ്കൂളിൽ പോയാൽ എന്നും സൺസ്ക്രീൻ ഇടില്ല കേട്ടോ. ഇന്നിപ്പോ മഴക്കാരൊക്കെ കാണാണ്ട്, അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഇടുകയാണ്. വെയിലുള്ളപ്പോ ഞാൻ ഇടില്ല. ഞാൻ പ്രത്യേകത തരാം. മഴത്താണ് ഞാൻ ഇടുന്നത്. PT ദിവസം പ്രത്യേകിച്ച് ഇടും കേട്ടോ. ഇത് സൺസ്ക്രീൻ SPF 30 PA+++ ആണ്. അപ്പം നമ്മളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പേര് കേട്ടോ, കണ്ടോളൂ. ഇത് മറ്റേ ഓൺലൈനിലൊക്കെ കിട്ടും. ഇത് 2 ഫിംഗറിനൊന്നും ഇല്ല. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിക്ക് നമുക്ക് ഇടാം. 2 ഫിംഗറിൽ ഇടണം, 3 ഫിംഗറിൽ ഇടണം, അത് മറ്റൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ല കേട്ടോ. നമ്മളെ സൺസ്ക്രീൻ അവിടെ റെഡി ആകുമ്പോഴേക്കും നമ്മുടെ കുട്ടികളെ പാലും റെഡി ആക്കുന്നുണ്ട്. പാല് ഗംഭീരമായിട്ട് തിളച്ച് വരുന്നുണ്ട്. അയ്യോ ഓക്കെ. ഇനി അവളെ കാര്യം റെഡിയാക്കിണ്ടാവും. എന്താണ് നമ്മുടെ ഡൈനിങ് അവിടെ തന്നെയാണ് വീഡിയോ ഒക്കെ. എന്താ ഇപ്പൊ അയ്യോ ഒരു കാര്യം പറഞ്ഞു, പാലടച്ച് വയ്ക്കാൻ പറഞ്ഞു. നമ്മളെ കൊച്ചടക്കള കുട്ടികളുടെ തീ പോവാ. പൗഡർ ഇടുന്നുണ്ട്. പൗഡർ ഇട്ട് കഴിഞ്ഞപ്പോ ഒന്ന് തുടച്ചു കൊടുക്കണം. അത് കഴിഞ്ഞപ്പോഴാണ് സമയം നോക്കിയപ്പോ ബസ് ഒരാളൊരു ടൈമൊക്കെ ആയിട്ടോ. 7:15. ഇത് ഐലൻഡർ എഴുതുവാണ്. ഇത് ഡാസ്ലറിയുടെ ഐലൻഡർ ആണ് കേട്ടോ. ഞാൻ പണ്ടേ ഉപയോഗിച്ചു തുടങ്ങുന്ന ഒരു ഐലൻഡർ ആണ്. ഞാൻ എഴുതിയിട്ട് പെട്ടെന്ന് വരാം. അവിടെ ഗംഭീരയുടെ ഐലൻഡറിന്റെ എഴുത്ത് നടക്കാട്ടാ. മേക്കപ്പുകൾ സ്കൂളിലേക്കാണ് കല്യാണത്തിന് പോണേ നമുക്ക് തന്നെ അറിയില്ലേ.
ഐലൻഡ്രത്ത് കേട്ടോ. അപ്പം നമുക്ക് പാലിട്ട് കൊടുക്കാം. അപ്പോൾ അവൾക്കുള്ള പാല് റെഡി ആയിട്ടോ. അതാണ് പാല് കലക്സൊക്കെ ഇട്ടിട്ട് കുടിക്കണം മോള്. പാൽ റെഡി. ഇനി ഇത് കൊണ്ടു കൊടുക്കാം. ആ പാല് TV തുടങ്ങി. ഓ ഇതാണ് വർഷൻ്റെ ഇഷ്ടമുള്ള സിക്കോമോ പരിപാടി. ഫ്ലവേഴ്സിലെ ഉപ്പുമുളകും ഇതില്ലാണ്ട് അവള് സ്കൂളിൽ പോവില്ല. അങ്ങനെയാ ഉപ്പുമുളകും ഇല്ലെങ്കിൽ പിന്നെ ജീവിതല്ലേ. എപ്പിസോഡ് ഇത് സീസൺ 2 അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഉപ്പും മുളകും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിയില്ല ബോധമില്ല. കണ്ടില്ലേ സ്കൂളിൽ പോകാൻ സമയം 7:45 കഴിഞ്ഞോണ്ട് സമയത്ത് കണ്ടില്ലേ 8:20 അവളെ ബസ്സും പോയി എല്ലാം പോയി. ഞാൻ 8:30 ബസ്സുള്ളതുകൊണ്ട് കണ്ടില്ലേ. ഇതാണ് വർഷ സമയം എത്രയാ? നീ ഉപ്പും മുളകും കണ്ടിട്ട് സമയം പോയി അറിഞ്ഞില്ല. 8:20 ഓക്കെ. അതാ ഉപ്പും മുളകും കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ബോധമില്ല. വേഗം മുടി കേട്ടോ ബോറടിപ്പിക്കല്ലേ. സമയം പോണു. ആ ഒഴിച്ചിട്ടു. കെട്ടിട്ട് പോയോട്ടോ. ആണോ കുളിച്ച് കാട്ടാൻ പറ്റുമോ? അപ്പൊ വേഗം മുടി കെട്ട്. അപ്പൊ വാട്ടം മുടി കെട്ട്. ആ ആക്ഷൻ. പിരിക്കുക ദാറ്റ് ഈസ് മൈ ഓൾവേസ് ഹെയർ സ്റ്റൈൽ. അത് വെച്ചാൽ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ സ്റ്റൈല് പിരിക്കൽ ഹെയർ സ്റ്റൈലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പിരിക്കലിനോടാണ് താല്പര്യം കൂടുതൽ. ഒരു ബ്ലാക്ക് കളർ എന്നിട്ട് ശരിയായിരുന്ന 2 കിട്ടും. മടയും ഒന്നുമില്ല. ആദ്യമേ പറഞ്ഞില്ലേ കൊമ്പാണ് നമ്മളുടെ രാജാവ്. കൊമ്പാണ് നമ്മളുടെ രാജാവ്. അപ്പൊ പിരിച്ചതിന് ശേഷം മാതിരി ബഡ് വെച്ച് മേലെ കിട്ടും. റിബണൊക്കെ സ്കൂളിൽ പോയിട്ട് കെട്ടും കേട്ടോ. അങ്ങനെ സമയമില്ലല്ലോ. സമയമില്ലാത്തവർക്ക് റിബണൊക്കെ സ്കൂളിൽ പോയിട്ട് കെട്ടണം. അതാണ് നല്ല കുട്ടികളുടെ ഇഷ്ടം. അപ്പൊ എന്തോ പഠിച്ചിട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എക്സാമാണ്. അതായത് ഇപ്പോഴല്ല ഹിന്ദിയും കെമിസ്ട്രിയും എക്സാമാണ് കേട്ടോ. ഞങ്ങൾക്ക് തിങ്കളാഴ്ചയാണല്ലോ. അപ്പം ഞങ്ങൾക്ക് 4 എക്സാംസ് ആണ് ഉള്ളത്. എന്നാണെങ്കിൽ PT ഇല്ല. തിങ്കളും PT ഞങ്ങൾക്ക് ഇല്ല കേട്ടോ തിങ്കളാഴ്ച. അതേപോലെ നമുക്ക് ആകെക്കൂടി PT വേണം വെള്ളി മാത്രമാണ്. അപ്പൊ ബസ് പോവാറേ 2 ഭാഗത്തും കൊമ്പ് കെട്ടിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. മുടിയൊക്കെ കെട്ടി കഴിഞ്ഞു. നമുക്ക് കമ്മലുകളൊക്കെ ഇടാം. ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു നോക്കട്ടെ. ഉപ്പും മുളകും ഇവിടെ നമ്മളെ മെയിൻ പഠിപ്പ് സെറ്റ് അതിൽ ഈ ബാഗാണ് കുട്ടി കേട്ടോ. നല്ല അടുക്കള കുട്ടിയാ. ഇതാണ് അവിടെ പഠിക്കണം പറയാത്തത്. നേരത്തെ അവർ കുറേ ചാടിയില്ലേ തുള്ളി ചാടിയില്ലേ ദേശം വന്നിട്ട് അത് വീഡിയോ ഞാൻ മ്യൂട്ട് ചെയ്തു വെച്ചിട്ടുള്ള കാര്യത്തിലാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഒരേമായി രീതിയിൽ സ്ക്രിപ്റ്റഡാന്ന് പറയും. അപ്പോൾ ഇതേ വന്നിട്ടുണ്ട്. ബാക്കി കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തു വെച്ചു. നമുക്ക് ബാഗില് ബുക്കും കാര്യങ്ങളൊക്കെ. അയ്യോ എന്റെ മുറിയാണ് ഭയങ്കര ഒടുക്കും. കാണിച്ചു കൊടുത്തു ഞാൻ നല്ല മുറിയാണ്. അപ്പൊ പൗച്ച് എടുത്തു വെച്ചു. ബുക്സ് ഒക്കെ രാത്രിയെ ഒതുക്കി വെക്കും കേട്ടോ. ഓ ബാഗിന്റെ സിഗ്നൽ എന്തോ ഒരു ഉടക്ക്. നമുക്ക് കോട്ടും കൂടി ഇട്ടിട്ട് വരാം. കോട്ടിട്ട് പോയോട്ടോ. അപ്പോ അല്ല അവളറിയാതെ വീട് നടക്കണ്ടായിരുന്നു. ചാടികൾ നിങ്ങൾ കണ്ടോ. കൂടുതൽ പറഞ്ഞാൽ കേൾക്കും. ഇരട്ടിക്കാക്കേണ്ടി വരും. കണ്ടിട്ടോ കോട്ട് പാന്റിന്റെ അതേ കളറാണ്. അതിപ്പോ പുതിയ യൂണിഫോം ആക്കിയതാണ്. കോട്ട് എന്ന് വെച്ചാൽ കൊടുക്കാത്ത ലൂസാണ് കേട്ടോ. ബസ് പോവാറായി. എക്സാം ആയതുകൊണ്ട് പഠിച്ചതൊക്കെ തലേ നിൽക്കണം. അതൊന്നും കാറില്ലല്ലോ.
പോണ വഴി അമ്പലമുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് ഞാൻ പോകും. ആ പരീക്ഷ ആണല്ലോ, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാറില്ലേ? ഞാനൊക്കെ പോവാറുണ്ട്. നമ്മളെ മലയാളികളുടെ സ്ഥിരമാണ്. പരീക്ഷയാകുമ്പോൾ മാത്രമാണ് അമ്പലവും ദൈവങ്ങളും ഓർമ്മയുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഏരിയക്ക് നോക്കില്ലേ. അത് ചേട്ടന്റെ പരിപാടിയാണ്. ആ വേഗം നടക്ക്. ഈ വീഡിയോസ് ഒക്കെ സക്സസ്ഫുൾ വീഡിയോസ് ഒക്കെ സക്സസ്ഫുള്ളി ആവാൻ മാത്രം അമ്പലത്തിൽ പോയി ദൈവങ്ങളുടെ കാലി പിടിക്കുന്നതാണ് ചേട്ടന്റെ പരിപാടി. സബ്സ്ക്രൈബേഴ്സ് കൂടണം, വീഡിയോ ഹിറ്റ് ആവണം. ഇയാളിപ്പോ അമ്പലത്തിൽ പോണ പരീക്ഷക്കാരനല്ലേ? പരീക്ഷ ഇറങ്ങിപ്പോ സമാധാനം കിട്ടട്ടെ, സമാധാനം കിട്ടെ. പ്രകൃതിരമണീയമായ സ്ഥലത്തിൽ കൂടെ വേഗത്തിലെ ഇറങ്ങിപ്പോക്കോളെ. ഞാൻ ബസ് കാരണം വരെ വീഡിയോ എടുക്കാം. ചേട്ടെ വന്നോ. ഇനി ഇപ്പൊ ലൈൻ ബസ്സിൽ പോകാനുള്ള എൻട്രി ആട്ടാ. അപ്പൊ ഞങ്ങളത് ഇതാണ് നമ്മുടെ വീട്, വാഴക്കൂട്ടത്തിന്റെ ഇടയിൽ. സ്വന്തം വീടൊന്നല്ല, വാടക വീടാണ്. വാഴക്കൂട്ടത്തിന്റെ ഇടയിൽ ഒരു കാറ്റൊന്നല്ല ഇടിഞ്ഞു വീഴും. ഇനി നമുക്ക് ഇതിലേ പോകട്ടോ. ഇതിലാണ് നമ്മുടെ വഴി. മെയിനോട്ട് വലിയ വളവൊന്നുമില്ല, ഒരു 10-20 മീറ്ററും കൂടെ ഉള്ളു. ഇതൊക്കെ ഒരു കാലാട്ടോ, വേറൊരു കാലിപ്പറമ്പ്. ഇവിടെയാണ് നമ്മുടെ അവസാനം വീട്. എല്ലാം ഇവിടെ ഫുള്ള് വാഴക്കൂട്ടാ. നല്ല രസമാണ് തണുപ്പാലത്ത്. നല്ല മഴക്കുള്ള കോട് കാണുന്നുണ്ട്. ഇതിലേ പോയിട്ട് നന്നായി. ഈ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ അതായി. ഇതിലേ നമ്മളുണ്ട്, ആ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതായിട്ട് അപ്പം കാണാം. അപ്പൊ പോയി പൊക്കോ. അപ്പോൾ അങ്ങനെ അവള് പോയി. ഇപ്പോൾ ബസ് കയറ്റുന്നതൊന്നും കാണിക്കാൻ പറ്റില്ല. ഇതെന്താ തിരിച്ചു പോടാ? കുട എടുക്കാനാ ആണ്ടോ? ആ കുട എടുത്തിട്ട് ഇനി പൊക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ചാടിയിട്ട് ഞാൻ വീഡിയോ എടുക്കണില്ല എന്ന് വെച്ചിട്ടാണ്. വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്ത് വെച്ചതാണ്. ആളെ ഒറിജിനൽ വർത്താനം അറിയാം. നമ്മളെല്ലാം ഒരേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ ഇതാന്ന് നോക്കി സ്ക്രിപ്റ്റഡാന്ന് നിങ്ങളെ കാണുന്നവർ നിങ്ങളെല്ലാം മനസ്സിലാവും സ്ക്രിപ്റ്റഡാന്ന്. അപ്പോൾ അതറിയാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാനത് അറിയാണ്ട് അവള് ചെയ്തത്. അപ്പോൾ അതറിയാണ്ട് തന്നെ കുറേ ചാടി പോകണോ? ശരിയപ്പോ അതാണ് ചാടിയത്. അപ്പോൾ ഇത്ര ഉള്ളോ ചെറിയൊരു വീഡിയോ. വെച്ചാൽ കാലത്ത് ഏത് കുട്ടികളായി സ്കൂളിൽ പോകണമെന്നൊക്കെ ഇങ്ങനെയൊക്കെയാലോ. നമ്മൾ അടിച്ച് പൊളിച്ച് 7 മണിക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതിലാണ്ട് ധൃതി പിടിച്ച് ചെറിയൊരു വീഡിയോ. ചെറിയ ലാഗൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നതായിരിക്കും.